എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആഘോഷങ്ങളിൽ പോലും ഒറ്റപ്പെടേണ്ടി വരുന്നവരാണ് പ്രവാസികൾ. ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും മറ്റൊരു ഓണം കൂടി നമ്മളെ കടന്നുപോയപ്പോൾ ഞങ്ങളുടെ വേദനയും ഇതുതന്നെയാണ്. വിരാമമിട്ടുകൊണ്ട് നാട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രവാസികൾക്ക് സാധിക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആഘോഷത്തിൻ്റെ ഒരു മാറ്റൂലിയും ഞങ്ങളുടെ കാതിൽ മുഴങ്ങുന്നില്ല. ഒരാഘോഷവും ഞങ്ങളെ ഭ്രമിപ്പിക്കുന്നുമില്ല. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാട്ടിൽ ഇരുചക്ര വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അസീർ പ്രവാസി സംഘം മെമ്പർ ശശി മുരുകേഷിന് ചികിത്സാ സഹായം കൈമാറി. ദെഹ്റാൻ ജനൂബിൽ ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു കന്യാകുമാരി സ്വദേശിയായ ശശി മുരുകേശൻ. നാട്ടിൽ അവധിയിലായിരിക്കെ ഭാര്യയുമൊത്ത് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. ഗുരുതരമായ പരിക്കുകളോടെ ഭാര്യയും ചികിത്സയിലാണ്. അസീർ പ്രവാസി സംഘം സ്വരൂപിച്ച 1.5 ലക്ഷം രൂപ CPIM തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും കന്യാകുമാരി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ ചെല്ലപ്പസ്വാമി മുരുകേഷിന്റെ വസതിയിലെത്തി കൈമാറുകയായിരുന്നു. ചടങ്ങിൽ അസീർ പ്രവാസി സംഘം അബഹ ഏരിയ കമ്മിറ്റി മെമ്പർ സുഭാഷ് പങ്കെടുത്തു. കുവൈറ്റ് പ്രവാസികളുടെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവും കലയുടെ പ്രധാന പ്രവർത്തകനുമായിരുന്ന അകാലത്തിൽ മരണപ്പെട്ട R. രമേശിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ രമേശ് സ്മരണ പുരസ്കാരം ഒമാനിലെ സാമൂഹ്യ പ്രവർത്തകൻ PM ജാബറിന് ലഭിച്ചു. ഒമാനിൽ കഴിഞ്ഞ 25 വർഷക്കാലത്തിലേറെയായി ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് PM ജാബർ. മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെയും ഒമാൻ കൈരളിയുടെയും ഭാരവാഹി കൂടിയായ ജാബർ ഒമാനിലെ സാധാരണ പ്രവാസികളുടെ നിരവധിയായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. കലാ കുവൈറ്റിന്റെ മാതൃഭാഷാ പഠന പരിപാടിയുടെ സമാപന സമ്മേളന വേദിയിൽ വെച്ച് പാർലമെന്റ് അംഗം PK ബിജുവാണ് ജാബറിന് അവാർഡ് സമ്മാനിച്ചത്. 25,001 രൂപയും ശില്പവും അടങ്ങിയതാണ് അവാർഡ്. കലാ കുവൈറ്റ് പ്രസിഡന്റ് K. സജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ R. നാഗനാഥൻ പ്രശസ്തി പത്രം വായിച്ചു. ചടങ്ങിന് ജനറൽ സെക്രട്ടറി TV ജയൻ സ്വാഗതവും സജിദാസ് കറിയ നന്ദിയും പ്രകാശിപ്പിച്ചു. കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 8 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം സ്വദേശിയായ രാജേഷ് കുമാറിനെ വിവാഹം ചെയ്ത മഹേശ്വരി ഇന്ന് പ്രതിസന്ധിയിലാണ്. ദീർഘവർഷങ്ങൾ താൻ സൗദി അറേബ്യയിൽ വീട്ടുജോലി ചെയ്തുണ്ടാക്കിയ പണവും സമ്പാദ്യവും മുഴുവൻ റിയാദ് എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ട രാജേഷിന് നൽകിയാണ് മഹേശ്വരി വിവാഹിതയായത്. എന്നാൽ രാജേഷ് മഹേശ്വരിയെ കബളിപ്പിക്കുകയായിരുന്നു. രാജേഷ് ഇന്ന് മസ്കറ്റിൽ ഉണ്ടെന്നാണ് മഹേശ്വരിക്ക് ലഭിച്ച വിവരം. തന്നിൽ നിന്നും രാജേഷ് കൊണ്ടുപോയ പൊന്നും പണവും തിരിച്ചു കിട്ടണം എന്നത് മാത്രമാണ് മഹേശ്വരിയുടെ ആവശ്യം. ഇവരിന്ന് ഒരു രോഗി കൂടിയാണ്. മഹേശ്വരിയോടൊപ്പം ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത് അവരുടെ സഹോദരിയും മരുമകനുമാണ്. മഹേശ്വരിയുടെ ആദ്യത്തെ വിവാഹമാണോ രാജേഷ്? എത്ര കൊല്ലായി? 8 വർഷമായി. 8 വർഷമായി. ഇയാൾ എവിടെ വെച്ചിട്ടാ കണ്ടേ? റിയാദിൽ വെച്ച് പരിചയപ്പെട്ടാണ്. രാജേഷ് കുമാർ എന്ത് ജോലിക്കാരനായിരുന്നു? അത് ഒരു കടയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഹൗസ്മേഡ് ജോലിയായിരുന്നു. മനസ്സിലായി. വീട്ടു ജോലി കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോവാൻ വരുമ്പോഴാണ് പരിചയമായത്. എയർപോർട്ടിൽ വെച്ചിട്ടാ? എയർപോർട്ടിൽ ഇയാള് നാട്ടിൽ പോവാൻ വന്നതാ. എന്നിട്ട് 8 വർഷം മുമ്പ് 8 വർഷം നിങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഇയാൾക്ക് കാശൊക്കെ കൊടുക്കേ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും. ഞാൻ 4.5 വർഷം ആദ്യം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞാണ് പുള്ളിക്കാരൻ, അന്ന് ഞാൻ എയർപോർട്ടിൽ വരുമ്പോൾ ഈ പുള്ളിക്കാരന് ഞാനും കൂടെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ എന്നെ ഇഷ്ടമായി. വീട് പരിചയപ്പെടാം, എവിടെയാണ് നാട്ടിലെന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് എൻ്റെ നാട്ടിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരൻ വന്ന് ഞങ്ങളിത് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചു. ഒരു 2 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. നിങ്ങൾ ഇയാളെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അന്വേഷിക്കാൻ സഹോദരന്മാരോടെയൊക്കെ പറഞ്ഞു അന്വേഷിക്കാൻ. അവർ പോവാന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റിയില്ല. സഹോദരന്മാരൊക്കെ അസുഖക്കാരായി. ഇത്രയും ദൂരം ആർക്കും പോകാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കുകയോ? എത്ര ആളുണ്ട് ഇപ്പോൾ? നമ്മളൊക്കെ എത്രയോ ബന്ധുക്കൾ അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയും ഇങ്ങനെ സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഗുരുവായൂരാണെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും. നമ്മൾ ആരോടെങ്കിലുമൊക്കെ അന്വേഷിക്കും അവിടെ വിളിച്ചിട്ട്. ഇപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ നിങ്ങളൊന്ന് പോകേണ്ടതായിരുന്നു.
എന്നെ വിവാഹം കഴിഞ്ഞ് അവിടെ അല്ല കൊണ്ടുപോയത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ അപ്പം തന്നെ നിങ്ങൾ സംശയിക്കേണ്ടി. അപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. പലർക്കും ഭാര്യയും കുട്ടികളുണ്ടെന്ന് മനസ്സിലായോ? അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. തീരെ വിളിക്കാതെയും സംസാരിക്കാതെ ആയിട്ട് ഇപ്പം എത്ര നാളായി? അല്ല, 3 മാസം വരെ ഉണ്ടായിരുന്നുള്ളൂ. 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. 3 മാസമാണ് നിങ്ങളെ കൂടെ ജീവിച്ചത്. എത്ര രൂപ അടിച്ചയാള്? 5 ലക്ഷം. 5 ലക്ഷം 30 പവനും. ഇപ്പൊ നിങ്ങൾ ഗൾഫിൽ പോകുന്നില്ല? ഇല്ല, എനിക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ നിൽക്കും. എത്ര കാലമായി? കുറച്ച് കാലം വെച്ചാ 1 വർഷമായി. 1 വർഷം. ഈ 5 ലക്ഷം രൂപയ്ക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇളയ അനിയത്തിയെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയും പൊന്നുമാണ് അനിയത്തിനെ. അപ്പൊ അനിയത്തി അപ്പം അതിന് 33 വയസ്സ് ആയപ്പോഴത്തേക്ക് സമയദോഷമാണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ് ഈ പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ട് ഞാൻ ഇടാമെന്നും പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. നമ്മളറിയുന്നില്ല. അപ്പോൾ പൊന്നും അവിടെ വിവാഹ സമയത്ത് പൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വിവാഹം കഴിച്ചതിന് ശേഷം പൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചു കൊണ്ടാണ് ആ പമ്പ കടന്നത്. ഇപ്പോൾ വസ്തു പണയം വെച്ച് നമ്മൾ വീട് വാടകയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. നമുക്ക് വസ്തുവില്ല. സംഘക്കാർ കൊണ്ട് അവർക്ക് പൈസ അടയ്ക്കാതെ കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഇവനെ കണ്ടുപിടിച്ച് ഇത് ഈ സാധനം കിട്ടിയാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നുമില്ലാതെ 8 വർഷമായിട്ട് 3 മാസമാണ് ആകണ്ടായത്. 3 മാസം അവൻ താമസിച്ചത്. പക്ഷേ സാധു സ്ത്രീ ഇയാൾ എവിടെയാണെന്ന് അറിയോ? ഇപ്പോ ഇല്ല. റൂവിലുണ്ടെന്നാണ് പറഞ്ഞത്. റൂവില് ഇപ്പം ഇങ്ങനെ രാജേഷ് ഇതുവരെ ഒരു അഡ്രസ്സും ഇവന്റെ നേരുള്ള അഡ്രസ്സ് നമുക്ക് ഇതുവരെ കിട്ടും. പല അഡ്രസ്സും ഉണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന പിതാവിന്റെയും അമ്മയുടെയും ഒക്കെ പേര് അതൊന്നും ആയിരിക്കില്ല. ഇത് ഇങ്ങനെ തിരക്കി കല്യാണത്തിന് തന്നത് അതാണ്. ഈ പേരുകളാണ്. തിരുവനന്തപുരം കാട്ടാക്കട ജംഗ്ഷൻ എന്നിങ്ങനെ പറഞ്ഞ് മാത്രം അവിടെ കൊണ്ടുപോകില്ല. ഞാൻ വീട്ടിൽ വരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പിന്നെ കൊണ്ടുപോവുകയില്ല. ഒരു സ്ഥലത്തും എന്നെ കൊണ്ടുപോകില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് ചോദിക്കുന്നത് എന്താ നിങ്ങൾ അമ്മേനെ അച്ഛനടുത്തും കൊണ്ടുപോകാത്തെന്ന് പറഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ പറയാമെന്ന് ഇങ്ങനെ പറയുള്ളൂ. പ്രവാസ ലോകം പ്രവർത്തകർ ഒരു തട്ടിപ്പിൻ്റെ കഥ കേൾക്കുകയാണ്. കേരളത്തിലോ പ്രവാസ ലോകത്തിലോ ഇത്രയും ഭീകരമായൊരു തട്ടിപ്പ് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു പാവപ്പെട്ട സ്ത്രീയെ ദീർഘകാലം സൗദിയിലും മറ്റും ജോലി ചെയ്ത ഒരു പാവപ്പെട്ട നിഷ്കളങ്കയായ ഒരു സഹോദരിയുടെ വഞ്ചനയുടെ കഥയാണ് പറയുന്നത്. രാജേഷ് ഇപ്പോൾ റൂവിയിലുണ്ട്. ജാബിറെ ഫോട്ടോ കൊടുത്തിട്ടില്ലേ? ഫോട്ടോ ഉണ്ട്, കുറച്ച് പഴയ ഫോട്ടോ. ജാബിറെ അയാളെ എങ്ങനെ ആയാലും കണ്ടെത്തണം. ജാബിറെ എന്തൊരു തോന്നിവാസം അയാൾ കാണിച്ചുള്ളത്. അയാളെ നാട് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, വീട് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, അയാളുടെ ബയോഡാറ്റ ഒന്നുമില്ല. 5 ലക്ഷം രൂപ 30 പവനും തട്ടിച്ചിട്ട് 3 മാസം കൊണ്ട് അയാൾ മുങ്ങി എന്നുള്ളതാണ്. ഇവർക്ക് അയാൾ എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ ഈ സഹോദരിയോട് ചോദിക്കുന്നതാണ്, എന്ത് അബദ്ധമാണ് ചെയ്തത്? കണ്ടെത്തി നമുക്ക് കൊണ്ടുവന്ന് നമ്മളെ കിടക്കാടെ എടുത്ത് തന്നാൽ നമ്മൾ ഇന്ന് റോട്ടിലാണ് 9 എണ്ണം കിടക്കുന്നത്. വയസ്സായ ക്യാൻസർ. ഈ കുടുംബം മൊത്തം രോഗവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെയാണ്. എന്ത് ദുരിതമാണ്, എന്ത് ദുഷ്ടതയാണ് രാജേഷ് ചെയ്യുന്നത്. മന്ത്രിയാണ് ക്യാൻസറുകാർക്ക് ചിലവിന് തരുന്നത്. അപ്പോൾ അത്ര തരത്തിൽ കിടക്കുന്ന നമ്മളോട് ഇവിടെ കൂടെ സംസാരിക്കാനോ നമ്മളെ അടുക്കാനോ അവൻ സമ്മതിക്കില്ല. അവൻ നമ്മളെയൊക്കെ കാണുമ്പോൾ കാണുമ്പോഴൊക്കെ അങ്ങ് മാറിക്കളയും. കടമൊക്കെ വാങ്ങിച്ചാണ് നമ്മൾ കിടക്കാടമൊക്കെ വെച്ച്. ഇപ്പം അത് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ കടത്തുന്നതിൽ കിടക്കേണ്ടി വരുന്നത്. കൊച്ചും കുട്ടീനായിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഘട്ടമാണ് നമ്മളിവിടെ കിടക്കാട്. പിന്നെ നമ്മളെല്ലാം കൂടെ അഡ്മിറ്റ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഇറങ്ങി. ആത്മഹത്യയൊന്നും പരിഹാരമല്ല. എനിക്ക് പ്രവാസ ലോകത്തിലൂടെ പറയാനുള്ളത്, ഈ സഹോദരിയെ നിങ്ങൾ സഹായിക്കണം. വലിയ കുടുംബത്തിനെ ആർക്കൊക്കെ സഹായിക്കാൻ പറ്റും അവരൊക്കെ സഹായിച്ചാൽ ഞങ്ങൾ അവർക്കത് എത്തിച്ചു കൊടുക്കും. വയസ്സായ തള്ളേനെ അവര് വല്ലരെയും വീട്ടിലാണ് വെച്ച് കിടത്തുന്നത്. വലിയ കഷ്ടമാണ് കേട്ടോ. എത്ര രൂപ കടമുണ്ട്? എല്ലാം കൂടെ 5 ലക്ഷം രൂപ. സംഘത്തിലൊന്നും അടച്ചിട്ടില്ല. സംഘക്കാരൊന്നും വന്ന് വഴക്ക് പറയുന്നു. എത്ര രൂപ ഉണ്ടാവും? സംഘത്തിൽ 5 കഴിഞ്ഞിട്ടുണ്ട്. 5 സംഘം എത്ര എടുത്തത്? 3 എടുത്ത്. സംഘം ആ 3 ലക്ഷം രൂപ വാങ്ങി ഇവരെ ഒഴിവാക്കി കൊടുക്കും. ഇപ്പോൾ കൊച്ചുങ്ങളും നമ്മളെല്ലാവരും കൂടെ ഇവളും കൂടെ തരുന്ന പൈസകൾ വേല ചെയ്ത് വീട്ടു ജോലിക്ക് ഇപ്പോൾ പോകുന്നു. വീട്ടു ജോലി ഒരു
രോഗീനെ നോക്കുന്നവള് ഒരു രോഗി നോക്കുന്നത് ഞാൻ പോയി നമ്മൾ വീട് കഴിയാൻ വേണ്ടി എനിക്ക് പറയാനുള്ളത് ഈ സംഘക്കാരോട് നിങ്ങൾ ഈ ഒരു മനുഷ്യത്വരമായ നിലപാടെടുത്തിട്ട് കൊടുത്ത സംഖ്യയ്ക്ക് ഒരു നിലപാട് സ്വീകരിക്കുക. പ്രവാസ ലോകത്തിൽ കാണുന്ന ആളുകൾ ഈ സഹോദരിയുടെ കടം വീട്ടാനുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം. ഞാൻ എല്ലാ ഇതിലും അഭ്യർത്ഥിക്കാറില്ല. ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പറ്റാവുന്ന സഹായങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുത്താൽ ഞങ്ങൾ കൊടുക്കുന്നതാണ്. എന്താ പറയാന്ന് ഒരു നിശ്ചയവുമില്ല ഈ ഒരു വിഷയത്തിൽ. എന്തായാലും റൂവിയിലെ പ്രവാസ ലോകം പ്രവർത്തകർ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കും ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ളതെന്ന്. ലോകത്തെമ്പാടുമുള്ള പ്രവാസി സഹോദരങ്ങളോട് ഈ സഹോദരിയെ സഹായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരെ ഞാൻ തിരിച്ചയക്കും. 3 മാസങ്ങൾക്ക് മുൻപ് ഹെവി വെഹിക്കിൾ ഡ്രൈവറായി സൗദി റിയാദിലേക്ക് ജോലിക്ക് പോയ തിരുവനന്തപുരം പാച്ചള്ളൂർ സ്വദേശി രജിത് ലാൽ ഇന്ന് ഭീകരമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രജിത് ലാലിന് ഇതുവരെ ലേബർ കാർഡ് ലഭിച്ചിട്ടില്ല. തനിക്ക് മുൻപരിചയമില്ലാത്ത വാഹനം ഓടിക്കുവാൻ സാധിക്കില്ലെന്ന് പലതവണ പറഞ്ഞിട്ടും രജിത് ലാലിൻ്റെ തിരിച്ചുവരവിന് സ്പോൺസറോ തന്നെ കബളിപ്പിച്ച ഏജൻസിയോ കമ്പനിയുടമയോ തയ്യാറാകുന്നില്ല. ഭർത്താവിൻ്റെ തിരിച്ചുവരവ് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് രജിത് ലാലിൻ്റെ ഭാര്യ അശ്വതി. രജിത് ലാലിനെ അന്വേഷിച്ച് ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും സഹോദരനുമാണ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. രജിത് ലാൽ എത്ര കാലമായി ഗൾഫിൽ? എവിടെയാണ്? 3 മാസം സൗദി റിയാദിൽ. എവിടെ? റിയാദിലാണ്. മുമ്പ് പോയിട്ടില്ല? എന്താ എത്ര വരെ പഠിച്ചിട്ടുണ്ട് രജിത് ലാൽ? SLC വരെ പഠിച്ചു. നിങ്ങളെ വീട് എവിടെ? പാച്ചല്ലൂർ. അപ്പോൾ ആരെ കൊണ്ടുപോയത്? തകരപ്പറമ്പിലെ മാക് ഇന്റർനാഷണൽ ഏജൻസിയിൽ നിന്നാണ്. അവരിപ്പോൾ എന്താ പറയുന്നത്? അവരാദ്യം പറഞ്ഞു 1 മാസത്തിനകം കയറ്റി വിടാമെന്ന്. അങ്ങനെ ചേട്ടന്മാരൊക്കെ പോയി സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കാശ് വേണം എന്ന് പറഞ്ഞു. ആദ്യം 75,000 പറഞ്ഞു. അടുത്ത ദിവസം വിളിച്ചിട്ട് 1.5 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു. അല്ല, 75,000 രൂപ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത്. ഞാൻ ചോദിക്കുന്നത് എന്ത് ജോലിക്ക് പറഞ്ഞാ കൊണ്ടുപോയത്? ഡ്രൈവിങ്ങിന് തന്നെ. ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇയാളോട് ഇപ്പൊ എന്താ പറയുന്നവര്? ചെയ്യുന്നത് അയാൾക്ക് അറിയാത്ത വണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൾ പറയുന്നത് എനിക്കിത് അറിയത്തില്ല, ഞാൻ ഓടിച്ചിട്ടില്ല, അങ്ങനെയുള്ള വണ്ടികളാണ് കൊടുക്കുന്നത്. ആൾ ഹെവി ഡ്രൈവറാണെന്നാൽ ഇവിടെ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ പോയിട്ട് കൊടുക്കുന്ന അവന് അറിയാത്ത വണ്ടികളാണ്. അതുപോലെ അത്രയും ഡാമേജുമായ വണ്ടികളാണ്. കോറി എന്നാണ് പറയുന്നത് ആൾ ഓടിക്കുന്ന സ്ഥലം. കോറി ഏരിയയാണ്. വേറെ വെളിയിലായിട്ടുള്ളൊരു ഇതൊന്നും കണക്ഷനും ഇല്ല. അപ്പോൾ അവിടെ അയാൾക്ക് അവിടെ പൊതുവെ താല്പര്യമില്ല അല്ലേ? പൊതുവെ താല്പര്യം ഇല്ലാത്തതല്ല, ഇങ്ങനെയുള്ള വണ്ടി കൊടുക്കുമ്പോൾ ആൾ പറഞ്ഞ് എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർബന്ധപൂർവ്വം ഓടിച്ചു. ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അത് ഡെയിലി അമ്മയാണ് വിളിച്ച് പറയുന്നത്, എന്നെ അല്ല. ഓരോ ദിവസവും ഓരോ ഇന്ന ഉപദ്രവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മൾ 2 പ്രാവശ്യം ഞാൻ തന്നെയാണ് പോയത്, ട്രാവൽസുമായിട്ട് ഡയറക്റ്റ് പോയായിരുന്നു. അപ്പോൾ അവർ പറയുന്നു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, രജിത് ലാലിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് അവർ ഉറപ്പ് പറയുന്നു. പക്ഷേ അതല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് പറഞ്ഞുകൂടെ അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ 1.5 ലക്ഷം രൂപ ചോദിച്ചു. അതെ, കൊണ്ടുതരാനായിട്ട് നമ്മൾ പറഞ്ഞു എന്തോ ആവട്ടെ, നമുക്ക് സംഭവിച്ച് നമുക്ക് പറ്റി, നിങ്ങൾക്ക് തരാനുള്ള നിങ്ങൾ തന്നിട്ടാണല്ലോ കൊണ്ടുപോയത്, നമുക്ക് ആൾ തിരിച്ചു താ, നമ്മൾ അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞെങ്കിൽ അതിനുള്ള വഴി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തിൽ കൂടുതലായി. ഇപ്പോൾ 4 മാസമായി? ഇല്ല സാർ, പോയിട്ട് 1-2 മാസമായപ്പോഴാണ് ഇത്രയും വിഷയങ്ങൾ നടന്നത്. 1 മാസമായി, 3 മാസമായി. ഇപ്പം 3 മാസം തികഞ്ഞു. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 9 മാസം. അപ്പോൾ ഇത് ട്രാവൽസുമായിട്ട് അവർ അവസാനം ഞാൻ പേട്ട സ്റ്റേഷനിൽ CA ഓഫീസിൽ പെറ്റീഷൻ കൊടുത്തായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വിളിച്ച് നമ്മൾ 2 പേരെയും വിളിച്ച് അവിടെ തീരുമാനം ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ മാസം 19-ാം തീയതി. 1 മാസത്തിനകത്ത് അപ്പോൾ വീട് പറഞ്ഞു 1 മാസത്തിനകത്ത് തിരിച്ച് കയറ്റാനുള്ള വകുപ്പ് നോക്കാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ എൻക്വയറി വേണ്ടി വിളിച്ചപ്പോൾ പറയുന്നു 75,000 രൂപ വേണമെന്ന്. പോലീസിൽ പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ല. അത് പറഞ്ഞു, അവർ പറഞ്ഞു അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെയ്തു വെച്ചതെന്ന് വെച്ചാൽ 1 മാസത്തിനകത്ത് കയറ്റാം, ചെറിയ എന്തെങ്കിലും പേയ്മെൻറ്റ് അവിടെ ചെയ്യേണ്ടി വരും എന്നാണ് പോലീസ് സ്റ്റേഷനിൽ CAയുടെ അത് പറഞ്ഞത്. കൂടിപ്പോയി 2,000 റിയാൽ. അപ്പോൾ ഈ 2,000 റിയാൽ ആവുമെന്ന് പറഞ്ഞു. അതിൽ ഇയാളുടെ ശമ്പളവും കഴിച്ചിട്ട് ഏതാണ്ട് കുറച്ച് തുകയെ വരത്തുള്ളൂ, അത്രയും നിങ്ങൾ പേയ്മെൻറ്റ് ഇവിടെ റെഡിയാക്കിയാൽ മതി, ഞാൻ കയറ്റിവിടാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞപ്പോൾ 1.5 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. ഇതിൻ്റെ ഓണറുടെ പേരെന്താണെന്ന് പറഞ്ഞത്? അജി, മിസ്റ്റർ അജി ആൾ പറയുന്നത്. എന്നിട്ട് 1.5 ലക്ഷം ഞാൻ പറഞ്ഞു അത്രയൊന്നും കൊടുക്കാനായിട്ടില്ല, നിങ്ങൾക്ക് തന്നെ 75,000 രൂപ തന്നിട്ടല്ലേ നമ്മൾ ഈ വേക്കൻസി പോകുന്നത്, ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരാൾ ഗൾഫിൽ പോയി പാടുപെടേണ്ട കാര്യം എന്നാണ് പറഞ്ഞത്.
മോൾ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ കൊടുത്തു എത്ര വരെ പഠിച്ചു? ഞാൻ അവരെ കയറ്റി വിട്ടു. ഡിഗ്രി വരെ പഠിച്ചു. ജോലിയുണ്ടോ? ഇല്ല, ഇപ്പം കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? പാച്ചല്ലൂർ. പുള്ളിനെ എന്തിനാ പറഞ്ഞയച്ചു? ആരും പറഞ്ഞു വിട്ടതല്ലോ. മനസ്സിലായി. വിളിക്കാറുണ്ടോ ഒന്നും? വിളിക്കാറുണ്ട്. ഇപ്പം 4 ഇപ്പം 4 ദിവസം കൊണ്ട് വിളിക്കുന്നില്ല. ഇതില് പ്രവാസ ലോകത്തിൽ റിയാദിലാണ് അല്ലേ? അതെ, നമ്മൾ ട്രാവൽസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാം ആളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. നിങ്ങൾ അവിടെ പോകരുതെന്നാണ് പറയുന്നത്. ഉപദ്രവിക്കാൻ അടിയൊക്കെ കൊടുക്കുന്നു. ഈ ഇന്റർനാഷണൽ മേക്ക് ഇന്റർനാഷണൽ ട്രാവൽസിൽ തകരപ്പറമ്പ്. ഇത് ഈ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ട്രാവൽ ഏജൻസികൾ കാണിക്കേണ്ട ചില മര്യാദകളും ചില ഉടമ്പടികളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടുപോകുമ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഈ ആളുകളെ കൊണ്ടുപോകുമ്പോൾ തന്നെ പലരും തിരിച്ചു പോരുന്നവരാണ് എന്നൊരു മനസ്സിൽ നിങ്ങൾ കരുതുകയും വേണം. കാരണം ഈ വരുന്ന വിഷയങ്ങളൊക്കെ നിങ്ങളുടെ സൽപ്പേരിനെയാണ് ബാധിക്കുക. ഇപ്പം മാക്ക് എന്നൊരു കമ്പനി ഇപ്പോൾ കൈരളിയിലൂടെ ഇതിപ്പോൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കാണിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിക്കുന്നു. അതിപ്പോൾ പൈസ അവിടെ സ്പോൺസർക്ക് കൊടുക്കാനല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് ഇയാൾ അവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. അയാളെ തല്ലുന്നു സ്പോൺസർ തല്ലുന്നു എനിക്കറിയാം. അങ്ങനത്തെ ആളുകളാണ് അവിടെയുള്ള സ്പോൺസർമാരെന്നറിയാം. അപ്പോൾ ഈ തല്ലുന്ന ആളുകളുടെ വിഷയങ്ങൾ വിളിച്ചിട്ട് വീട്ടിലേക്ക് പറയുമ്പോൾ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അയാളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇനി ട്രാവൽ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ വീണ്ടും അവരോട് 1.5 ലക്ഷമൊക്കെ ചോദിച്ചാൽ അവരെ എവിടുന്ന് തരാനാ? അവരെങ്ങനെയാണ് ഈ 75,000 തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ട്രാവൽ ഏജൻസികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആളുകളെ കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ശതമാനം തിരിച്ചു പോരും എന്നുകൂടി കണക്കാക്കിയിട്ട് വേണം റിക്രൂട്ട് ചെയ്യാൻ. അത് അവരങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും ചിലർ. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും നിൽക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ഇവിടുന്ന് അവർ ആ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല പലതും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അവിടെ ചെന്നിട്ട് ആടിനെ മേക്കാൻ കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിൽ പെടുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരണം തന്നെ തോന്നുക. ഇപ്പോൾ ഇയാളെ ഡ്രൈവറായിട്ട് കൊണ്ടുപോയി പക്ഷേ അയാൾക്ക് നിശ്ചയില്ലാത്തൊരു വാഹനം ഒന്നും കൊടുത്ത് അയാൾ അടിക്കുകയൊക്കെ ചെയ്യുക, അയാൾക്ക് തിരിച്ചു പോരണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതുകൂടി പ്രൊവിഷൻ കൂടി നിങ്ങൾ കാണണം ഇനിമേലിൽ കൊണ്ടുപോകുമ്പോൾ. ഇപ്പോൾ കഴിയുന്നതും വേഗം വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകലാണ് നല്ലത്. പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടി വിയിൽ വന്ന് ചളാക്കേണ്ട കാര്യമില്ലല്ലോ. മാക്കിൻ്റെ പോലെ ഇപ്പോൾ എനിക്കറിയില്ല അവരെ പോലുള്ള ആളുകൾ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബങ്ങളെ കണ്ണീര് കണ്ടിട്ട് എന്തോന്നാ കാര്യം? അവരൊക്കെ അതിന് കഴിവുള്ളവരാവുമല്ലോ ഇപ്പം നടത്തുന്നത്. അപ്പോൾ റെയ്ത്തിലാലിനെ കഴിയുന്നതും വേഗം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യണം. റിയാദിലെ പ്രവാസ ലോകം പ്രവർത്തകർ റെയ്ത്തിലാലിൻ്റെ കറക്റ്റായിട്ടുള്ള വിഷയം ഒന്ന് പഠിച്ച് പോയി അന്വേഷിച്ച് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. റെയ്ത്തിലാലിൻ്റെ നാട്ടിലെത്തിക്കാൻ അദ്ദേഹത്തെ കൊണ്ടുപോയ ട്രാവൽ ഏജൻസി കഴിയുന്നതും വേഗം നല്ല നാട്ടിലെത്തിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത പുലിവാലിൽ പോകുന്നതിനാണ് നിങ്ങൾക്ക് ഇനിയും ജോലി ചെയ്യുകയും ആളുകളെ കൊണ്ടുപോകേണ്ടതൊക്കെയാണ്. പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് പറ്റാത്ത ആളുകൾ അവരെ തിരിച്ചു കൊണ്ടുവരണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ കുടുംബക്കാരെയും പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനും ഇങ്ങനെയൊന്നും ആയിട്ട് കാര്യമില്ല. ഇതാണ് പ്രവാസ ലോകത്തിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ശരി. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളുടെ ഫോട്ടോ, വിശദവിവരങ്ങൾ, അയക്കുന്നയാളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈരളി TV, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. നമുക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത വാഹനങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ മലയാളികളെ കാത്തിരിക്കുന്നത്. നാട്ടിൽ ടാങ്കർ ലോറി ഓടിച്ച് വിദേശത്തേക്ക് ജോലിക്ക് പോയ രജിത് ലാലിന് സംഭവിച്ച ദുരന്തം ഇനി ആർക്കും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ അവസാനിക്കുകയാണ്.